അശ്വന്ത് ഗോക്കിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന സത്യം തന്നെയാണ്. കമ്മീഷണറുടെ ഇതിൽ ശനിയാഴ്ച ഞാൻ കൊടുത്തു. അത് നാച്ചുറലി അത് ഞാൻ ലാസ്റ്റ് വരെ ഞാൻ ഫൈറ്റ് ചെയ്യും. മാരിവിൽ ഗോപുരങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ മകളുടെ പടമാണ്. അപ്പോൾ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എൻ്റെ ജോലിയല്ലേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു എമോഷണൽ ഒരു ഇതിൽ പോയതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമയെപ്പറ്റി പറയുമ്പോഴത്തേക്ക് അതെൻ്റെ സിനിമയല്ല, വേറൊരാളുടെ സിനിമയാണെങ്കിലും വിമർശിക്കുക, അതിന് യാതൊരു തർക്കവുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പത്രസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും. ഒരു പത്രപ്രതിനിധി അല്ല എന്നുള്ളതാണ് എൻ്റെ കണ്ടൻഷൻ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ വിമർശനത്തിൻ്റെ ബുദ്ധി ഉണ്ടാവണം. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിലെ ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഈ പലപ്പോഴും ടി പി ശാസ്ത്രമംഗലം, പിന്നെ കാക്കനാടൻ എന്നൊക്കെയുള്ള പേരിൽ മറ്റേ പലരെയും നിരൂപണം നടത്തിയിട്ടുണ്ട്. ആ നിരൂപണത്തിന് അതിൻ്റെ സംസ്കാരം ഉണ്ടായിരുന്നു, മനസ്സിലായോ? ഇപ്പം ടി പി ശാസ്ത്രമംഗലമാണെങ്കിൽ വരികളിൽ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ, ഈ മറ്റേ മയിൽപ്പീലി കൊണ്ട് മാനം കപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതെന്താണ്, ആ പ്രയോഗത്തിൽ എന്താ അർത്ഥം, ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നിരൂപണമാണ് നമ്മൾ കണ്ടു പഠിച്ചേക്കുന്നത്. ഇതൊരു പ്രതികാരം മാത്രമല്ല, വളരെയധികം ഒരു സിനിമയെ ഡാമേജ് ചെയ്യുന്ന വിധത്തിലുള്ള ഈ സിനിമയിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരിവില്യം ഗോപുരങ്ങളിലെ ഒരാളെയും ഇങ്ങേർക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളും പെർഫോം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിദ്യാസാഗർ ആരാണെന്നുള്ളത്. ആ വിദ്യാസാഗറിൻ്റെ ഈ 2-3 സോങ് 1 മില്യൺ വ്യൂവേഴ്സ് കവർ ചെയ്ത സോങ്സാണ് ഈ പടത്തിലുള്ളത്, ഈ മാരിവില്യം ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ പടത്തിലുള്ളത്. ഞാൻ ആക്ച്വലി അത് ആ പാട്ടുകളുടെ വരികൾക്ക് പ്രാധാന്യം കൊടുത്ത് അത് സ്റ്റേറ്റ് അവാർഡിൽ കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോറത്തിൽ കൺസിഡർ ചെയ്യും എന്നുള്ള വിശ്വാസത്തിലിരിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ഇവരുടെ കമ്പോസിങ് കാര്യങ്ങളിലൊക്കെ അത്രയും മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ വരെയും വെറുതെ വിട്ടിട്ടില്ല. വിദ്യാസാഗർ എന്തോ പുതിയതായിട്ട് വന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള, അതേമാതിരി തന്നെ വരികൾ എഴുതിയേക്കുന്ന അദ്ദേഹത്തിനെയും, ഇതൊക്കെ പേഴ്സണൽ വെഞ്ചൻസി കൂടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു സംസ്കാരമുള്ള ഒരാൾ ചെയ്യില്ല. പിന്നെ പുള്ളിയുടെ ഗോഷ്ഠികൾ, പുള്ളി പറയുന്ന രീതി. അപ്പോൾ എനിക്കിത്രയുള്ള കാര്യം, ഒന്നില്ലെങ്കിൽ പുള്ളി എന്നെ സിനിമ പഠിപ്പിക്കണം, മനസ്സിലായി? ഞാൻ 85 തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അയാൾ പറയണ കേൾക്കാതിരിക്കേണ്ട കാര്യമില്ല. എനിക്കെന്തെങ്കിലും നോളേജ് വരുന്ന വിധത്തിലാണ് അദ്ദേഹം എന്നെ ഉപദേശിച്ചു തന്നെങ്കിൽ, പുള്ളിയുടെ ക്രിറ്റിസിസത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് പഠിപ്പിക്കുക എന്നെ, അല്ലെങ്കിൽ ഞാൻ അയാളെ പഠിപ്പിക്കും. ഈ 2 കാര്യമുള്ളൂ, വേറെ ഒരു കാര്യമില്ല. അത് ഏതറ്റം വരെ ഞാൻ പോകും, അത് യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. ഇനി എന്തെങ്കിലും നമ്മുടെ മനുഷ്യനല്ലേ, എന്തെങ്കിലും വികാരപ്രകടനം നടത്തിയാൽ ഞാൻ ജയിലിൽ പൊക്കോളാം. എന്നുവെച്ചാൽ ബെയിലബിൾ ഒഫൻസ് ആണല്ലോ. നമ്മൾ ആരെങ്കിലും ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ബെയിലബിൾ ഒഫൻസാണ്. അപ്പോൾ അത് നമുക്ക് ഫേസ് ചെയ്യാം. കായികമായിട്ടല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ മകളുടെ പടം മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന പടം പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇക്കാലത്ത് ഇറങ്ങിയതിൽ സ്ത്രീ പ്രേക്ഷകർക്ക് ക്യാച്ച് ചെയ്ത പടമാണ്. എല്ലാവരും കൈയടിച്ച് ചിരിക്കുന്നുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയിരുന്ന ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് പടം കണ്ട ഒരാളാണ്. അത് ഞാനൊരു പ്രൊഡ്യൂസറായിട്ടല്ല ഇരുന്നത്, ഒരു വ്യൂവറായിട്ടാണ് ഇരുന്നത്. അപ്പം അത് എല്ലാവരും പ്രശംസിക്കുന്ന സാധനങ്ങൾ മുഴുവനും അത് നെഗറ്റീവായിട്ട് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ഗോഷ്ഠിയോടുകൂടി പറയുക എന്ന് പറയുന്നത് ഒരു വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണത്. അത് പല ഇൻഡസ്ട്രിയിൽ എനിക്ക് ഇപ്പോഴും അതിശയം തോന്നുന്ന ഒരു കാര്യം, ഇവിടെ എൻ്റെ 85 തൊട്ടിട്ട് ഈ കാലഘട്ടം വരെ ഞാൻ എടുത്ത സിനിമകളിലെ എല്ലാ തൊഴിലാളികളും, എൻ്റെ ടെക്നീഷ്യൻസ് മാത്രമല്ല, ഞങ്ങൾക്ക് ലൈറ്റ് ബോയ്സ് അടക്കം, ചായ കൊണ്ട് തരുന്നവരടക്കമുള്ള എല്ലാവർക്കും ഒരന്നമാണ് നമ്മൾ കൊടുക്കുന്നത്. അവരുടെ വേതനം വേറെ, അവരുടെ കുടുംബങ്ങൾ കഴിയണേ ചിലപ്പോൾ ഞാൻ എടുക്കുന്ന ആ ഒരു ഗ്യാപ്പിലെടുക്കുന്ന സിനിമയുടെ റെമ്യൂണറേഷൻ കൊണ്ടിട്ടായിരിക്കും, അവരുടെ വേതനം കൊണ്ടായിരിക്കും അവർ സിനിമ എടുക്കുന്നത്, ആ സിനിമയോട് സഹകരിക്കണം. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ അടുത്ത് സ്നേഹമുണ്ട്. നമ്മൾ ആരോടും കടം പറയാറില്ല, അവരെയൊക്കെ സംരക്ഷിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അവർ വരെയും വേദനിക്കും, അവർക്ക് വരെയും വേദനയുണ്ട്. അപ്പോൾ ഈ സംഘടനകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നിട്ട് എന്നേ ചേർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം എന്നെപ്പോലുള്ള ഒരാൾ റിയാക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം.
സംഘടന ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതെല്ലാവർക്കും നിങ്ങൾ അന്വേഷിച്ച് അറിയാവുന്നതാണ്. എൻ്റെ കൂടെ സഹകരിക്കുന്ന എല്ലാ തൊഴിലാളികളിലും ഞാൻ ബഹുമാനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പോൾ അവരെ വരെയും വയറ്റത്തടിക്കുന്ന വിധത്തിലുള്ള എത്രയോ പേര്, ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ സിനിമ നല്ലതാണെങ്കിൽ കൂടും, അത് വേറെ കാര്യം. പക്ഷേ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സിനിമയിൽ ഓഡിയൻസ് വരുന്നില്ല, കുറച്ച് പടങ്ങൾക്ക് ഓഡിയൻസ് വരുന്നുണ്ട്, അതൊക്കെ വേറെ വിഷയം. പക്ഷേ ഇതിൽ കുറേ നെഗറ്റീവ് പറയുമ്പോഴത്തേക്കും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഇതാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ കിടന്ന വാട്സപ്പിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാം നെഗറ്റീവ് കേൾക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നവരാണ് നമ്മുടെ ആൾക്കാർ. ആ നെഗറ്റീവ് കേൾക്കണതിൽ ഒരു 2 ലക്ഷം പേരുണ്ടെങ്കിൽ അതിൽ 1 ലക്ഷം പേര് കാണണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് സാമ്പത്തിക നഷ്ടം? ആർക്കാണ് സാമ്പത്തിക നഷ്ടം? അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് അല്ലെങ്കിൽ അസംസ്കൃത എന്തെന്നാ പറയുക, ഇതില്ലാത്ത സംസ്കാരമില്ലാത്ത വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ടും വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരാളെ എങ്ങനെ നമ്മൾ വെച്ച് പൊറുപ്പിക്കുക? അല്ലല്ല, ഞാൻ എൻ്റെ മകളുടെ സംരക്ഷണമാണ് ഞാൻ പ്രധാന ലക്ഷ്യം. പിന്നെ മാരിവില്യം ഗോപുരങ്ങൾ എന്ന് പറയുന്ന പടം ഞാൻ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്ത് ആ പടത്തിൻ്റെ കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എൻ്റെ കുട്ടീനെ വേദനിപ്പിക്കുന്ന മാരിവില്യം ഗോപുരങ്ങൾ ഒരു വലിയ കൂട്ടം ആൾക്കാരുടെ സ്ട്രെസ്സും സ്ട്രെയിനുമാണ്. അപ്പോൾ അങ്ങനെ വരുന്നവരെ സംരക്ഷിക്കേണ്ട എൻ്റെ ചുമതലയാണ്. അപ്പോൾ അതൊരു പാഠമായിട്ട് എടുത്തുകൊണ്ട് ഇൻഡസ്ട്രി ഉണരട്ടെ. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. ഞാൻ ആവശ്യപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എൻ്റെ അടുത്ത് സുമോട്ടോ കേസെടുക്കട്ടെ, ഞാൻ അയാൾക്ക് വധഭീഷണിയാണെന്നും പറഞ്ഞ് കേസെടുത്തോട്ടെ, എന്നാലെങ്കിലും ഇയാളൊന്ന് കണ്ടു കിട്ടണം. എനിക്കതാണ് ആവശ്യം. ഞാൻ അയാളെ ഇൻവൈറ്റ് ചെയ്തു, നിങ്ങൾ എന്നെ സിനിമ പഠിപ്പിക്കൂ. എന്നെ സിനിമ പഠിപ്പിച്ചതിന് ശേഷം ഞാൻ അതേമാതിരി സിനിമ എടുക്കാനായിട്ട് വളരെ സ്ഥിതിയിൽ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇവിടെ. അവർക്ക് പറഞ്ഞു കൊടുക്കാം, വിജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ടും അവർ നല്ല രീതിയിൽ സിനിമ എടുത്ത് അവർ രക്ഷപ്പെടട്ടെ. ഇനി അതല്ല അയാളാണ് റോങ്ങെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള റിയാക്ഷൻ ഉണ്ടാവും. അത് ചിലപ്പോൾ എൻ്റെ തൊഴിലാളികളായിരിക്കും ചെയ്യണത്. ഞാൻ ഗുണ്ടാത്തലവനൊന്നുമല്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ മാസ്ക് ഇട്ടോ അല്ലെങ്കിൽ തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടോ, അതൊക്കെയാണല്ലോ ഇപ്പോൾ ഫാഷൻ. അതൊരു ധൈര്യമില്ലാത്തതിൻ്റെ ലക്ഷണമാണ്, ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. ഞാൻ അവരുടെ കൂട്ടത്തിലുണ്ടാവും. എൻ്റെ തൊഴിലാളികൾക്ക് അവരോട് പറയും, ഞാൻ നിങ്ങൾ ആരും കുറ്റം ഏറ്റെടുക്കണ്ട, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് നമ്മൾ എന്തായാലും ആജീവനാന്തം ഇതിന് ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരില്ലല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു വിഷയത്തിൽ രണ്ടാമതൊരു സംസ്കാരമുണ്ട്. ആരെപ്പറ്റി ആര് പറയുന്നു എന്നുള്ളതിനെപ്പറ്റി വലിയ വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലായോ? നമുക്ക് അത് കാരണമാണ് ഞാൻ അതിനെ ഇറങ്ങി തിരിച്ചു. അദ്ദേഹം ഇപ്പോൾ ഇന്നലെ രാത്രി വൈകുന്നേരത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നത് മാറ്റി, അതേമാതിരി യൂട്യൂബ് ചാനലിൽ നിന്ന് മാറ്റി. അതുകൊണ്ട് കാര്യമില്ല. പുള്ളി സിനിമ സത്യസന്ധമായിട്ട് സിനിമ കണ്ടിട്ട് ആ സിനിമയെപ്പറ്റി നല്ല റിവ്യൂ പറയട്ടെ. അല്ലാതെ ഇത് മാറ്റിയത് കൊണ്ട് കാണേണ്ടവർ മുഴുവനും കണ്ടു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് ഇഷ്ടംമാതിരി പോവും, ഇഷ്ടംമാതിരി ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചേക്കണം 25% ആൾക്കാരെ കൂട്ടിക്കോളൂ. അപ്പോൾ അവർ പറയൂലേ ഇത് ഇയാളിങ്ങനെയാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഈ തെറിയും തെമ്മാടിത്തരവും പറയുന്നവരുടെ വ്യൂവർഷിപ്പ് കൂടും. നാച്ചുറലി അവർക്ക് വ്യൂവർഷിപ്പ് കൂടും. ചിലപ്പോൾ യൂട്യൂബ് ഇൻകം തന്നെ ഏറ്റവും വലുത് വരാം. അത് നമ്മളൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് അവരുടെ സംസ്കാരം. പക്ഷെ അത് എൻ്റെ അടുത്ത് വേണ്ട. ഞാനെന്ന് പറയുന്ന പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് വേണ്ട. മാരിവിൽ ഗോപുരങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ സിനിമയാണ്. അപ്പോൾ അവരുടെ അടുത്തും വേണ്ട. ബിക്കോസ് ഞങ്ങളൊക്കെ സിൻസിയറായിട്ട് സിനിമ എടുക്കും. ഒരു സിനിമ ഫെയിലറാണെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും വിധത്തിൽ ക്യാമറ ഡാൻസ് കാണിച്ചിട്ടോ അല്ലെങ്കിൽ നഗ്നത പ്രദർശിപ്പിച്ചിട്ടോ സിനിമ എടുക്കുന്ന ഒരു പാരമ്പര്യം ഞങ്ങൾക്കില്ല, എനിക്കില്ല, എൻ്റെ കോക്കേഴ്സ് ഫിലിംസിന് ഇല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. അപ്പോൾ ഇതിലെനിക്ക് ഇത് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിന് ജനങ്ങൾ പ്രതികരിക്കേണ്ടത് ഈ സിനിമ കണ്ട് വിജയിപ്പിച്ചിട്ട് അത് മോശമാണെങ്കിൽ നിങ്ങൾ കാണണ്ട. നിങ്ങൾ ഫാമിലിയായിട്ട് ഇത് പോയി കണ്ടതിന് ശേഷം അശ്വന്ത് കോക്കാണ് ശരി അല്ലെങ്കിൽ സിയാദ് കോക്കറാണ് ശരി എന്ന് വിലയിരുത്തണമെന്ന് നിങ്ങൾ പോയി സിനിമ തിയേറ്ററിൽ കാണണം. ഇതാണ് എൻ്റെ ആവശ്യം.